ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയുടെ പൂവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് മുരിങ്ങയുടെ പൂവ് എടുത്തിട്ടുണ്ട്. ശരിക്കും 2 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് 1.5 കപ്പ് മുരിങ്ങയുടെ പൂവെങ്കിലും വേണം. പക്ഷേ എൻ്റെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 മുട്ടയിലേക്ക് സഫിഷ്യൻ്റ് അല്ല പൂവ്, എങ്കിലും ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ മുട്ടയിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സാധാ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഈ വിഭവത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞിട്ടുള്ളതും ഒരു 4-5 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരണം. കടുകും ഉഴുന്നും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിയായി അരിഞ്ഞു വെച്ചിരുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളക് 4 പച്ചമുളകിൻ്റെ പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്തോളൂ കേട്ടോ. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും മസാലയിലില്ലെങ്കിൽ ഈ തോരനിൽ അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാവില്ല. ഉള്ളി ഗോൾഡൻ ഒന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. കാരണം മുട്ടയിലേക്കുള്ളതല്ലേ, അപ്പം ഗോൾഡൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുരിങ്ങയുടെ പൂവ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങ പൂവ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനകത്ത് ഉറുമ്പൊക്കെ ഉണ്ടാവും, പൊടി ഉണ്ടാവും. അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്രയും മതി, പെട്ടെന്ന് കുക്കാവും, വളരെ പെട്ടെന്ന്. അപ്പോൾ അതാ മുരിങ്ങയുടെ പൂവ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൻ്റെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ലപോലെ ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചോളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മുരിങ്ങപ്പൂ വന്ന് കഴിഞ്ഞാൽ ഇതിൽ വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് മുട്ടയുടെ കൂടെ തേങ്ങ ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി പൊരിക്കാം. അതിനിടയ്ക്ക് നമ്മൾ ബാക്കി വെച്ച പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൂവും ഉള്ളിയൊക്കെ ഇല്ലേ, അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ നമ്മൾ മുട്ട ചിക്കി പൊരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ ഉപ്പേരി ആയതുകൊണ്ട് എനിക്കിതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.